Glory be to the Father, Son and the Holy Spirit, one true God. Amen. ദൈവസ്നേഹത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. It's giving immense happiness to know that Asia Pacific Diocese MJSM publishing online devotional thoughts throughout during this great Lenten season. And I appreciating MJSM leaders for taking such a wonderful effort. ബലഹീന എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വലിയ നോമ്പിലെ വ്യാഴം സൂത്ര നമസ്കാരത്തിലെ പദ്യഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചെറിയ ചിന്തകളാണ്. പ്രസ്തുത പദ്യഭാഗം ഇപ്രകാരമാണ് നാം ആലപിക്കുന്നത്. എൻ കർത്താവേ, കോപത്താൽ ശാസിക്കരുതേ, ശിക്ഷിക്കയുമരുതെന്നേവം കീർത്തിച്ചാൻ ദാവീദ്. തൻ കയ്യാൽ നിർമ്മീതരൂപം പാഴായി പോകാൻ കൈവെടിയാതെ കാനിവെന്നും ദൈവം കാണിക്കും. ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലെ ചിരകാല പ്രതിഷ്ഠ നേടിയ രാജാവാണ് ദാവീദ്. ആ ജനതയെ ദൈവഹിതപ്രകാരം വഴി നടത്തിയ ദാവീദ് രാജാവ് തന്റെ വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും വന്നുപോയ ഇടർച്ചകൾ ഓർത്ത് ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ് മുകളിൽ പദ്യരൂപത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പരിശുദ്ധ വലിയ നോമ്പിന്റെ കാലഘട്ടത്തിൽ ദാവീദ് രാജാവിന്റെ ഈ പ്രാർത്ഥനയിൽ നിന്ന് ഉരുത്തിരിയുന്ന ചില ചിന്തകൾ നിങ്ങളോടൊപ്പം ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പരിശുദ്ധ വലിയ നോമ്പ് ദൈവത്തോട് രമ്യതപ്പെടാനുള്ള അവസരമായി നാം കണക്കാക്കണം. ജീവിതയാത്രയിൽ ദാവീദ് രാജാവ് കൈക്കൊണ്ട പല തീരുമാനങ്ങളും തെറ്റിപ്പോയ സന്ദർഭങ്ങളും വിശുദ്ധ ഗ്രന്ഥം ഭംഗിയായി വിവരിക്കുന്നുണ്ടല്ലോ. എടുത്ത തീരുമാനങ്ങളും പറ്റിപ്പോയ അബദ്ധങ്ങളും ദാവീദ് രാജാവിനെ പരാജിതനാക്കുന്ന ജീവിത സാഹചര്യങ്ങൾ വിവിധങ്ങളാണ്. സ്വന്തക്കാരും സ്നേഹിതരും ഉപേക്ഷിച്ച് നിസ്സഹായാവസ്ഥയിൽ ഒറ്റപ്പെട്ട ദാവീദ് രാജാവ് ഉള്ളുലഞ്ഞ വേദനയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നമ്മൾക്ക് മാതൃകയാക്കാം. ഇത്തരം അനുഭവത്തിൽ കൂടി കടന്നുപോകുന്ന നിരവധി പേർ നമ്മളിലും ഉണ്ടായിരിക്കാം. അവരോട് ഒരു കാര്യം പറയാനുണ്ട്. ആശുപത്രിയിലെ ECG ഗ്രാഫ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഗ്രാഫ് മുകളിലേക്കും താഴേക്കും പോകുമ്പോഴാണ് ഡോക്ടർമാർക്കും രോഗിക്കും ബന്ധുക്കൾക്കും അവരെ പരിചരിക്കുന്ന നേഴ്സുമാർക്കും സന്തോഷമുണ്ടാകുന്നത്. അല്ലാതെ നേർരേഖയിലായിരിക്കുമ്പോഴല്ല. അഥവാ നേർരേഖയിൽ ആയാൽ രോഗി മരിച്ചു എന്നാണ് അർത്ഥം. ജീവിതത്തിന്റെ തീരുമാനങ്ങൾ മൂലം ഇടർച്ചകൾ, താഴ്ചകൾ, കുറ്റപ്പെടുത്തലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, ഉയർച്ചകൾ ഒക്കെ ഉണ്ടായേക്കാം. ജീവിതം എപ്പോഴും സന്തോഷം മാത്രമായി നേർരേഖയിൽ ആയിരിക്കണമെന്ന് നാം വാശി പിടിക്കരുത്. ഉയർച്ചകൾ, താഴ്ചകൾ, സങ്കടങ്ങൾ, അനുഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടാവട്ടെ. ഇവയെല്ലാം നാം ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ അടയാളങ്ങളാണ്. ദൈവാശ്രയ ബോധത്തോടെ നമുക്ക് ഇത്തരം ഉയർച്ചകളെയും താഴ്ചകളെയും പ്രാർത്ഥനയോടെ നേരിടാം. അതിന് ഈ വലിയ നോമ്പിന്റെ പ്രാർത്ഥനാ ദിനങ്ങൾ അനുതാപത്തിലൂടെ ദാവീദ് രാജാവിനെ പോലെ നമ്മൾക്കും ദൈവസ്നേഹത്തിലേക്ക് മടങ്ങിച്ചെല്ലാനായി ഉപയോഗിക്കാം. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് വലിയ നോമ്പ് ദൈവത്തോട് ആലോചന കഴിക്കാനുള്ള അവസരമാണ്. പരിശുദ്ധ നോമ്പ് ഒരാചരണമല്ല, മറിച്ച് അതൊരു പ്രതിഫലനമാണ്. എന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ കണ്ടെത്തലാണ്. മൊബൈലിൽ നാം ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറ പോർട്രേറ്റ് മോഡലിൽ ഇടാറില്ലേ? അപ്പോൾ നമ്മൾക്ക് വേണ്ട മുഖം മാത്രം തെളിഞ്ഞു നിൽക്കും. ബാക്കിയുള്ളവയെല്ലാം നിഷ്പ്രഭമായി പോകും. കാടും മേടുമൊക്കെ മങ്ങിപ്പോകും. വലിയ നോമ്പിൽ ഇതൊരു നല്ല ടെക്നിക്കാണ്. എത്രയധികമായി ഞാൻ ക്രിസ്തുവിൽ വളർന്നുവെന്നും എന്റെ ജീവിതയാത്രയിൽ ഉണ്ടായ കുറവുകളെ കണ്ടെത്തി പരിഹരിക്കാനുള്ള സ്വയം ക്രമപ്പെടുത്തലും പരുവപ്പെടുത്തലുമാണ് വലിയ നോമ്പിലെ പ്രാർത്ഥനാ സന്ദർഭങ്ങൾ. ഉള്ളിലുണ്ടായിരുന്ന ദൈവിക സാന്നിധ്യം സ്വയം കെടുത്തിക്കളഞ്ഞ് എത്രമാത്രം നാം ഇരുട്ടാക്കി എന്ന് കാണിച്ചു തരുന്ന ശക്തമായ അവലോകനത്തിന്റെ കണ്ണാടിയാണ് വലിയ നോമ്പിലെ പ്രാർത്ഥനകൾ. സങ്കീർത്തനം 2:12 പറയുന്നത് പോലെ, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിപ്പാതിരിക്കാൻ പുത്രനെ ചുംബിച്ചുകൊള്ളുകയും അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ദൈവ തിരുനാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ.